ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കാദംബരിയാണ് കാണിക്കുന്നത്. കാദംബരിയാണെങ്കിൽ വാതിൽ തുറക്കുക. അപ്പോൾ വാതിൽക്കൽ പ്രകാശൻ, ഓ നിങ്ങളായിരുന്നോ? ഞാൻ കരുതി രതിയേട്ടനായിരിക്കുമെന്ന്. അല്ല എന്ത് വേണം എന്നും കാദംബരിയുടെ ചോദ്യം. അത് പിന്നെ ഞാൻ പിച്ചയൊക്കെ എടുത്ത് കുറച്ച് കാശൊക്കെ കിട്ടിയപ്പോൾ അതിന് കുറച്ച് കളിപ്പാട്ടം മേടിച്ചിട്ട് ഇങ്ങോട്ട് പോന്നതാ മോളെ, മോനെ കാണാൻ. അല്ല മോളെ, മോനെവിടെ? എന്തിനാ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കാണുന്നേ? വേണ്ട, നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കണ്ടാൽ ശരിയാവില്ല. അത് മാത്രമല്ല, നിങ്ങളിങ്ങോട്ട് വരുന്നത് പോലും രതിയേട്ടന് ഇഷ്ടമല്ല. അപ്പം പിന്നെ നിങ്ങളിങ്ങോട്ട് എന്തിനാ വന്നത്? വേണ്ട, നിങ്ങളെ വിശ്വസിക്കാൻ പോലും കഴിയില്ല. പൊയ്ക്കോ, ഇവിടുന്ന് പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട. മോളെ, ഞാനൊന്ന് കണ്ടിട്ട് ഈ കളിപ്പാട്ടം ഒന്ന് കുഞ്ഞിന് കൊടുത്തിട്ട് പോയിക്കോളാം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? മര്യാദയ്ക്ക് പോകാനാണ് പറഞ്ഞത്. മോളെ പ്ലീസ് മോളെ, എനിക്ക് കൊച്ചുമോനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ വേറൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല. നിങ്ങളെ ഒന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല. പച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കരുത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പൊയ്ക്കോളാനാ പറഞ്ഞത്. നിങ്ങളിവിടെ കണ്ട രതിയേട്ടൻ എന്നെ ശരിയാക്കും. പോകാനാ പറഞ്ഞത്. മോളെ, ഞാൻ വേറൊരു ചിന്തയോടും കൂടെ വന്നതല്ല. കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പൊയ്ക്കോളാടി എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശം കരയുക. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോൾ നിങ്ങളെ കയറ്റി ഇവിടെ കുഞ്ഞിനെ കാണിക്കണമെങ്കിൽ കിരൺ സാറിൻ്റെയും കല്യാണിയുടെയും രതിയേട്ടൻ്റെയും ഒക്കെ അനുവാദം വേണം. അവർ ശരിയെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യൂ. അത് കേട്ടതും നമ്മുടെ പ്രകാശൻ, വേണ്ട, അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാം. എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അല്ലടി, എന്താ കുഞ്ഞിൻ്റെ പേര്? നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പേരാ, കിരൺ. അത് കേട്ടതും പ്രകാശൻ ഞെട്ടിയില്ല. സന്തോഷത്തോടെ, കിരൺ നല്ല പേരാ, നല്ല മനുഷ്യൻ്റെ പേരാ എന്നും പറയാ. ഓ, നിങ്ങൾ തന്നെയാണ് ഇത് പറയുന്നത്? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് സന്തോഷം കാണിച്ച് പറയുവാണോ? ഏയ്, ഒരിക്കലും അല്ല മോളെ. ഞങ്ങൾ കിരൺ സാറിൻ്റെ പേരിട്ടതിൽ അത്ഭുതമൊന്നും വേണ്ട. കാരണേ, എനിക്ക് ജോലി, വീട്, എല്ലാ ഐശ്വര്യവും നേടിത്തന്നത് കിരൺ സാറും കല്യാണിയാണ്. അങ്ങനെയുള്ളപ്പോൾ കിരൺ സാറിൻ്റെ പേരിട്ടതിൽ ഞങ്ങളൊക്കെ അഭിമാനത്തോടെയാണ് എൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലും. കിരൺ സാറിനോടുള്ള ബഹുമാനം ആ കുഞ്ഞിന് കൊടുക്കണമെന്ന് പോലും തോന്നും. അത്രയ്ക്ക് സന്തോഷമാണ് കിരൺ സാറിൻ്റെ പേര് കേട്ടാൽ തന്നെ. അതല്ലെങ്കിലും അങ്ങനെയാ, നല്ലത് ചെയ്യുന്നവർക്ക് കാലം ഉണ്ടാവും, പക്ഷേ ചീത്തത് ചെയ്യുന്നവർക്കും കാലമുണ്ട്. എന്നാൽ അത് ഒരുപാട് നാളില്ല. നിങ്ങളെപ്പോലെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് വല്ല നല്ലത് ചെയ്ത് ജീവിക്കാൻ നോക്ക്. അതേടി മോളെ, ഞാനിപ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഞാനിപ്പോൾ ഒരുപാട് മാറി. എനിക്കിപ്പോൾ ഒന്നുമില്ല മോളെ. എല്ലാം കൊണ്ടും ഞാനിപ്പോൾ ഒരുപാട് മാറി. പെൺമക്കളെ സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. നിങ്ങളാണോ പെൺമക്കളെ സ്നേഹിക്കാൻ നോക്കുന്നത്? ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞാണായതുകൊണ്ടല്ലേ നിങ്ങളിങ്ങോട്ട് വന്നത്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിതിൻ്റെ ഏഴാം ലോകത്തോലും വരുമായിരുന്നോ? എൻ്റെ മോളെ, ആണായാലും പെണ്ണായാലും അതൊക്കെ ദൈവം തരുന്ന കുഞ്ഞുങ്ങളല്ലേ മോളെ. അങ്ങനെയുള്ളപ്പോൾ അതുങ്ങളെ വെറുത്തിട്ട് എന്താ കാര്യം? എനിക്ക് അത്ഭുതം തോന്നുക. നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നത്. എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് മക്കൾ 3, എന്നിട്ട് 4 പെൺമക്കൾ 3. എന്നിട്ട് ആ പെൺമക്കളെ നിങ്ങളൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതിൽ എന്നോട് മാത്രമേ നിങ്ങൾ കുറച്ച് ദയവ് കാണിച്ചിട്ടുള്ളൂ. അതിൽ കാർത്തിക ചേച്ചിയോട് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? ആ ചേച്ചിയെ ഓടയിലെറിഞ്ഞില്ലേ ജനിച്ചപ്പോൾ തന്നെ? അതിനുശേഷം കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയില്ലേ? പെൺമക്കളായതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തത്? എന്നിട്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. അതെ, ആദ്യം ചെയ്ത തെറ്റുകൾ എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം മനസ്സിലാവും. അത് കേട്ടത്, വേണ്ട മോളെ, അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുക. അതിനിടയിൽ മോളെന്നോട് അത് പറഞ്ഞ് ഓർമ്മിപ്പിക്കേണ്ട. നിങ്ങൾക്ക് മറക്കാൻ ഈസി ആയിരിക്കും, എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ അനുഭവിച്ചവരാ, അതുകൊണ്ട് അത് മറക്കില്ല. നിങ്ങളെ എനിക്ക് വിശ്വാസമില്ല തീരെ. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കാണണ്ട. മോളെ, ഞാനൊന്ന് കണ്ടിട്ട് പോയിക്കോളാടി. അവനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വന്നത്. ഭിക്ഷയെടുത്ത് കിട്ടിയ കാശ് കൊണ്ട് അവന് കളിപ്പാട്ടം മേടിച്ചുകൊണ്ടാണ് വന്നത്. ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഞാൻ കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അതിനെ പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ വന്നത്? വേണ്ട, നിങ്ങളെ രതിയേട്ടൻ കണ്ടാലേ ചിലപ്പോൾ ശരിയാവില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എന്നും പറയുക. അത് കേട്ടതും പ്രകാശൻ, ശരി മോളെ, എന്നാൽ ഞാൻ പോയേക്കാം, സാരമില്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അങ്ങ് പോവുക. അപ്പോൾ നിന്നേ എന്നും പറഞ്ഞ് കാദംബരി വിളിക്കുക. എന്താ മോളെ? കുഞ്ഞിനെ കണ്ടേച്ച് പെട്ടെന്നങ്ങ് പോയിക്കോണം. ശരി മോളെ, ഞാൻ കണ്ടേച്ച് പെട്ടെന്നങ്ങ് പോയിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശിനടുത്തേക്ക് ചെല്ലുക. എന്നാ വാ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ ഈ സ്റ്റിക്ക് പിടിച്ച് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് മുട്ടുകാലിൽ എഴയേണ്ടി വരും. ഇല്ലടി, ഞാനൊന്നും ചെയ്യില്ല മോളെ, നിനക്കെന്നെ വിശ്വസിക്കാം.
നമ്മളെല്ലാവരും ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചവരല്ലേ. എന്ന് നിങ്ങളുടെ അടുത്തുനിന്ന് ഒഴിഞ്ഞു വന്നോ അന്നാണ് എനിക്ക് സമാധാനവും ശാന്തിയും ഉണ്ടായത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാദംബരി പ്രകാശിനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുക. ഈ സമയം കുഞ്ഞ് കട്ടിലിലിരുന്ന് കളിക്കുക. മോനെ കുഞ്ഞാവേ മുത്തശ്ശനാടാ പ്രകാശനപ്പൂപ്പനെ മോനെ എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നോക്കിയേ, ദേ നോക്ക് കളിപ്പാട്ടം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കര കളിപ്പാട്ടങ്ങൾ കുഞ്ഞിന് നേരെ നീട്ടുക. അപ്പോൾ കാദംബരി അതെ കൊച്ചിനെ കരയിപ്പിക്കരുത്, മര്യാദയ്ക്ക് കളിപ്പിച്ചത് മതി, എഴുന്നേറ്റ് പോകാൻ നോക്ക് എന്നും പറയുക. മോളെ ഞാനൊന്ന് എടുത്തോട്ടേ. വേണ്ട എടുക്കുമൊന്നും വേണ്ട, കളിപ്പാട്ടം കൊടുത്തില്ലേ, ഇനി വന്ന് ഹോളിലിരിക്കേ എന്നും പറഞ്ഞ് കാദംബരി നമ്മുടെ പ്രകാശനോട് ഹോളിൽ പോയി ഇരിക്കാൻ പറയുക. എന്നിട്ട് കാദംബരി അടുക്കളയിലേക്ക് പോയത് പ്രകാശൻ നേരെ കാദംബരിയുടെയും നമ്മുടെ രതീഷിൻ്റെയും റൂമിലേക്ക് കയറുക, ബെഡ്റൂമിലേക്ക്. എന്നിട്ട് അവിടുത്തെ ഷെൽഫൊക്കെ പരിശോധിച്ചു. ആ ഷെൽഫിൽ നിന്നും ഒരു ആൽബം എടുത്ത് ഫോട്ടോസുകളെല്ലാം നോക്കി. അതിൽ നിന്നും കല്യാണിയുടെ ഫോട്ടോ കുറേ കണ്ടു. കല്യാണിയുടെ ഒരു ഫോട്ടോ പ്രകാശൻ ഇങ്ങ് പറിച്ചെടുത്തു. എന്നിട്ട് ആ ഫോട്ടോയിലേക്ക് ഒരു ഉമ്മ കൊടുത്തു. അതിനുശേഷം കാദംബരി വരുന്ന കാലിൻ്റെ ശബ്ദം കേട്ടതും പ്രകാശൻ ആ ഫോട്ടോ പോക്കറ്റിൽ വെച്ചിട്ട് ആ ആൽബം നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കാദംബരി നിങ്ങളെന്തിനാ ഈ മുറി കയറിയത്? എന്നോട് ചോദിക്കാതെ എൻ്റെ ബെഡ്റൂമിൽ കയറിയെന്തിനാ? സത്യം പറ, നിങ്ങൾ മോഷ്ടിക്കാൻ കയറിയതല്ലേ? ഏയ് ഇല്ല മോളെ, ഇല്ല, ഞാൻ മോഷ്ടിക്കാനൊന്നും കയറിയതല്ല. എന്നോട് ചോദിക്കാതെ എൻ്റെ ബെഡ്റൂമിൽ കയറിയത് നിങ്ങൾ മോഷ്ടിക്കാനാണെന്ന് എനിക്കറിയാം. മര്യാദയ്ക്ക് പറ, എന്താ നിങ്ങൾ ഇവിടുന്ന് എടുത്തത്? പണമോ സ്വർണ്ണമോ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അയ്യോ അല്ല, സത്യമായിട്ടും അല്ല, ഞാൻ ഈ ആൽബം നോക്കുമായിരുന്നു, ആൽബത്തിലെ ഫോട്ടോസുകൾ നോക്കുമായിരുന്നു. ആൽബം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ആ പേര് പറയണ്ട, എനിക്ക് നിങ്ങളെ തീരെ വിശ്വാസമില്ല. മര്യാദയ്ക്ക് നിങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം വിളമ്പി തരാമെന്ന് വിചാരിച്ചാൽ അടുക്കളയിലേക്ക് പോയത്. പപ്പടം വറുത്തോണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം തരാനുള്ള മൂടും പോയി, മര്യാദയ്ക്ക് ഇറങ്ങിവിടുന്നു. അത് കേട്ടത് മോളെ നിനക്ക് വേണമെങ്കിൽ എന്നെ പരിശോധിക്കാം, ഞാനൊന്നും എടുത്തിട്ടില്ല എന്നും പ്രകാശൻ. വേണ്ട പരിശോധിക്കണമൊന്നുമില്ല, മര്യാദയ്ക്ക് പെട്ടെന്ന് പോകാൻ നോക്ക് എന്നും പറയുക. അങ്ങനെ പ്രകാശൻ ഞൊണ്ടി പോകുന്ന വഴിക്ക് നമ്മുടെ കാദംബരിയോട് എന്തായാലും ഞാൻ വന്ന കാര്യം സാധിച്ചു എന്നോ? അതിനർത്ഥം നിങ്ങളിവിടുന്ന് എന്തെങ്കിലും എടുത്തു എന്നാണോ? അയ്യോ അല്ല മോളെ, ഞാൻ വന്നത് നിൻ്റെ കുഞ്ഞിനെ കാണാനും നിന്നെ കാണാനും പിന്നെ കളിപ്പാട്ടങ്ങൾ കുഞ്ഞിന് കൊടുക്കാനുമാണ്. അത് സാധിച്ചല്ലോ എന്നാണ് പറഞ്ഞത്. എന്നാൽ ശരി, അതെ ചോറോ മറ്റോ പൊതിഞ്ഞു തരട്ടെ? ഏയ് വേണ്ട മോളെ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമുള്ളൂ. നിങ്ങൾ 3 പെൺമക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം, നിങ്ങളുടെ 3 പേരുടെയും കൂടെ ഇരുന്ന്. അത് നിങ്ങളിനി ചത്താലേ നടക്കൂ. കാരണം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ആരും ഇരുന്ന് ഭക്ഷണം കഴിക്കില്ല. എന്നാൽ നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ മക്കളെന്നുള്ളൊരു നിലയിൽ, ഞങ്ങളുടെ അച്ഛനാണെന്നുള്ളൊരു നിലയിൽ ഞങ്ങൾക്ക് ബലിയിടേണ്ടി വരുമല്ലോ. കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉരുണ്ട പിടിച്ച് ബലിയിടുമ്പോൾ ഞങ്ങളെ 3 പേരെയും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം. അന്നേരം കണ്ടാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം നിങ്ങളുടെ മോനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിരിക്കും. എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് വരിക ഞങ്ങളുടെ മുൻപിലേക്ക്. നിങ്ങൾ തന്നെയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് സംശയം പോലും ഉണ്ട്. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിച്ചുകൊണ്ട് സംസാരിക്കുക. നിങ്ങളെ ഒന്നും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകാൻ നോക്ക്. ആ ചോറ് വേണമെങ്കിൽ ഞാൻ പൊതിഞ്ഞു തരാം. വേണ്ട മോളെ, ഇപ്പം വലിയ വിശപ്പൊന്നുമില്ല. എന്തിനാ വിശന്നിട്ട് ചത്താ മതി എന്നും പറഞ്ഞാൽ നടക്കുന്നത്. പക്ഷെ ചാകുന്നതിന് മുമ്പ് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് 3 പെൺമക്കളെയും ചേർത്ത് പിടിക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. പക്ഷെ നിങ്ങളെ വിശ്വസിക്കാൻ ആരും തയ്യാറാവില്ല. കാരണം നിങ്ങൾ അത്രയ്ക്ക് ദ്രോഹമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ് എല്ലാവരും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. കല്യാണിക്ക് പോലും നിങ്ങളോട് വെറുപ്പും ദേഷ്യമാണ്. കാരണം എന്തെന്നറിയാമോ? നിങ്ങൾ കല്യാണിയെ പോലും അത്രയ്ക്ക് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാദംബരി ഇങ്ങനെ നിൽക്കുക. ഈ സമയം എന്നാൽ ശരി മക്കളെ, ഞാൻ പോവുക എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഞൊണ്ടി മറ്റൊരു സ്ഥലത്ത് പോയിരുന്നു. അവിടെ ചെന്നിരുന്നിട്ട് പ്രകാശൻ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. എന്നാലും മൂത്ത മകൾ, ഇവളെ ഞാൻ കൂടുതൽ സ്നേഹിച്ചു. എന്നിട്ടും ഇവളുടെ വായിലിരിക്കുന്ന മുഴുവനും ഞാൻ കേട്ടല്ലോ. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരൊക്കെ എന്നെ തള്ളി പറയുക. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു തെറ്റുകൾ. ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. വിക്രം എന്ന് പറയുന്നവനെ മാത്രം ചേർത്ത് പിടിച്ച് അവനെ മാത്രം താങ്ങി നിർത്തി അവന് മാത്രം എല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുത്ത് അവന് മാത്രം പഠിപ്പും അറിവും വിവരവും കൊടുത്ത് വളർത്തിയതിനുള്ള ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ പോക്കറ്റിൽ നിന്നും ഫോട്ടോ എടുക്കുക. കല്യാണിയുടെ ഫോട്ടോ കുറേ നേരം നോക്കി. എന്നിട്ട് വീണ്ടും കല്യാണിക്ക് ഉമ്മ കൊടുത്തു. ദൈവമേ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവളെ ഒന്ന് നെഞ്ചോട് ചേർത്തൊരു ഉമ്മ കൊടുക്കാൻ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനൊരു ആഗ്രഹമുണ്ട്. എൻ്റെ മോളോട് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച്
അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിലൊരു ഉമ്മ കൊടുക്കണം. എന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കാർത്തികമ്മളോടും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുകയാണ് അന്ന് ചെയ്ത കാര്യങ്ങൾ. അതെ, അന്ന് വിക്രം കോളേജിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് വിക്രത്തിൻ്റെ ബൈക്ക് പ്രകാശൻ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് മുറ്റമടിച്ചുകൊണ്ടിരുന്ന കല്യാണിയോട്, എൻ്റെ മോൻ കോളേജിൽ പോകുമ്പോൾ ഈ കുന്തം ചുമന്നുകൊണ്ട് ഇവിടെ ഒന്ന് നിൽക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി, പോടി ചൂലും കൊണ്ട് അങ്ങോട്ട്. അപ്പം മൂങ്ങ, അങ്ങോട്ടല്ല അങ്ങോട്ടേക്ക് പോടി എന്നും പറയാം. അപ്പോൾ മുഖം മൂടി മറിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി പ്രകാശൻ്റെ മുൻപിൽ നിന്ന് മൂടി മറിഞ്ഞതും ഒക്കെ നമ്മുടെ പ്രകാശൻ ആലോചിച്ച് പൊട്ടിക്കറിയുക. ഈശ്വര, അന്ന് ഞാൻ ചെയ്തത് പോലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. എന്തോരം ദ്രോഹിച്ചിട്ടുണ്ട്, എന്തോരം തെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എൻ്റെ ദുഷ്ടത കൊണ്ടാണ്. ആൺമക്കളോടുള്ള എൻ്റെ പ്രിയം അതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കും മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയെ വീണ്ടും ആ ഫോട്ടോ നോക്കി ഉമ്മ കൊടുത്തുകൊണ്ടേ ഇരിക്കുക പ്രകാശൻ. ഈ സമയം ഈശ്വര, ഇനി എൻ്റെ കല്യാണി മോളുടെ അടുത്തേക്കൊന്ന് ചെല്ലണം. അവരാരും വിശ്വസിക്കില്ല ഞാൻ മാറിയെന്ന്. വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അവളുടെ അടുത്തും പോയി അവളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇനിയുള്ള ആയുസ്സത്രയും എനിക്ക് എൻ്റെ പെൺമക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഒറ്റയ്ക്കിരുന്ന് കരയുക. ആരും ആ കണ്ണുനീര് കാണാനില്ല. ആ കണ്ണുനീര് തുടച്ചു കൊടുക്കാൻ പെൺമക്കൾ ഉണ്ടായിരുന്നു തന്നെയായിരുന്നു. പക്ഷെ പെൺമക്കളെ സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഏത് പെൺമക്കൾ നോക്കാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രകാശൻ ഇങ്ങനെ ഇരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും മനോഹർ അങ്ങ് വന്നു. മനോഹർ വന്നതും, മോളു ഇവിടെ ഇരിക്കുകയാണോ? ഓ, മനുവേട്ടൻ വന്നോ? ഞാൻ മനുവേട്ടനെ കാത്തിരിക്കുകയായിരുന്നു. അത് കേട്ടതും മനോഹർ, എന്താ മോളു? അല്ല മനുവേട്ട, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മനുവേട്ടനെടുത്ത പണമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടോ? അതെന്താ മോളോ അങ്ങനെ ഒരു ചോദ്യം? പണമൊക്കെ എവിടെ പോകാനാ? അതുമല്ല, ഞാനത് ബിസിനസ് കാര്യങ്ങൾക്ക് എടുക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല മനുവേട്ടാ, ശരി, പണം ചിലവായി പോയി കാണും, എന്നാലും സ്വർണ്ണം ഉണ്ടാവുമല്ലോ. എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് മനുവേട്ടാ. എന്തിനാ മോളിനിപ്പോൾ പണം എന്നും മനോഹർ. എന്നിട്ട് മനോഹറിന് നെഞ്ച് പടപട ഇടിക്കുക. ഈശ്വര, ഇവളെങ്ങാനും അല്ല ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് പണി കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. എന്തിനാ മോളു? അതേ, ഞാൻ എൻ്റെ കൂട്ടുകാരത്തിയുടെ കല്യാണത്തിൻ്റെ ആൽബം ഒന്ന് കണ്ടായിരുന്നു. അതിനകത്ത് അവളിട്ടിരിക്കുന്ന മാല എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവളോട് ഞാൻ ചോദിച്ചപ്പോൾ 10-18 പവൻ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരാഗ്രഹം, അങ്ങനെ ഒരു മാല മേടിക്കണമെന്ന്. എൻ്റെ മോളു, അതിന് 10-15 ലക്ഷം രൂപ വരില്ലേ? പണിക്കൂലിയൊക്കെ ചേർത്ത് വരും. എൻ്റെ അക്കൗണ്ടിൽ അതിനേക്കാളും കൂടുതലുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കത് നിസ്സാരമല്ല മനുവേട്ടാ. ശരിയാണ്, പക്ഷേ ഇന്നത്തെ കാലത്ത് എന്തിനാ മോളു സ്വർണം? നമ്മൾ അമേരിക്കയ്ക്ക് പോകാൻ പോവുമല്ലേ, അവിടെ ഇതൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സാരമില്ല, എനിക്ക് പോകുന്നത് വരെ ഇവിടെ ഇട്ടുകൊണ്ട് നടക്കാമല്ലോ. മോളു, കള്ളന്മാരൊക്കെ പെരുകി നിൽക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് സ്വർണ്ണവില കൂടിയിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ സ്വർണ്ണം ഇട്ടുകൊണ്ട് നടന്ന കള്ളന്മാരും സ്വർണ്ണമാലയും പൊട്ടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് സൂക്ഷിക്കണം. ഒന്ന് പോകാൻ മനുവേട്ടാ. കള്ളന്മാരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാനൊക്കെ എനിക്കറിയാം. എനിക്ക് ആ മാല വേണം. മോളു, വേണ്ട, ഈ സ്വർണത്തോടൊന്നും അധികം ഇത് പാടില്ല മോളു. സ്വർണ്ണമൊക്കെ മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്ന കാര്യങ്ങളാണ്. മനുവേട്ടൻ എനിക്ക് മാല മേടിച്ചു തരാൻ പറ്റുമോ പറ്റില്ലയോ? ഈശ്വര, ആ പണവും സ്വർണവും ഒക്കെ ചിലവായി. ഞാനിവളോട് ഇനി എന്തു പറയും? ഇവൾക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവളെന്നെ ശരിയാക്കും. അയ്യോ, ഭയങ്കര വാശിയിലാണല്ലോ. എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക. എന്താ മനുവേട്ടൻ ആലോചിക്കുന്നേ? പണം ചിലവായിപ്പോയി. ശരി, എന്നാൽ എനിക്ക് സ്വർണ്ണം ഉണ്ടല്ലോ. സ്വർണം വിറ്റിട്ടാണെങ്കിലും എനിക്ക് ആ മാല കിട്ടിയിരിക്കണം. അത് കേട്ടതും, മോളു, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ മേടിച്ചു തരാം എന്നും പറയുക. അത് കേട്ടതും നമ്മുടെ സരയു, മേടിച്ചു തന്നെ, ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയാമല്ലോ. ഞാനൊരു കാര്യം ആഗ്രഹിച്ച എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് മേടിച്ചു തരാറുണ്ട്. എന്നാൽ മനുവേട്ടനെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അങ്ങനെ വാശിയൊന്നും പിടിക്കാറില്ല. പക്ഷേ ഇതെനിക്ക് വാശിയാണ്. ഞാൻ ആഗ്രഹിച്ച ആ മാല എനിക്ക് കിട്ടിയിരിക്കണം, കിട്ടിയേ പറ്റൂ. മോള് വിഷമിക്കണ്ട, മോളിന് മേടിച്ചു തരാന്നേ. ഈ മനുവേട്ടൻ മോളിനല്ലാതെ പിന്നെ ആർക്കാ മേടിച്ചു തരുന്നേ എന്നൊക്കെ പറയാം. മനുവേട്ടാ, ഞാൻ കൂടുതൽ ആഗ്രഹിച്ചതാ. ഇല്ലയെന്ന് പറഞ്ഞ് എനിക്ക് ദേഷ്യം വരുവേ. മേടിച്ചു തരുമല്ലോ അല്ലേ? പിന്നെ അല്ലാതെ മോളിന് ഞാൻ മേടിച്ചു തന്നിരിക്കും. സ്വർണവും പണവും ഒക്കെ എടുത്ത് അതൊക്കെ വിറ്റിട്ടാണെങ്കിലും മോളിന് ഞാൻ മേടിച്ചു തരാം. എന്താ പോരെ? മതി. മനുവേട്ടൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. പക്ഷേ എനിക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ അറിയാമല്ലോ, ഞാൻ പിന്നെ ഞാനായിരിക്കില്ല. എൻ്റെ മോളും എനിക്കറിയാം. മോള് സമാധാനമായിട്ടിരിക്കെ. മോള് ആഗ്രഹിച്ച ആ മാല അത് ഇനി 50 പവനുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും നമുക്ക് മേടിക്കാം, കേട്ടല്ലോ. ഞാനിപ്പോൾ കുറച്ച് തിരക്കില്ല, അതുകൊണ്ട് തിരക്കൊഴിഞ്ഞാൽ ഉടനെ ഞാൻ മോക്കത് മേടിച്ചു തരാം. എന്താ പോരെ? മതി. എങ്ങനെയെങ്കിലും മേടിച്ചെന്നാൽ മതി. പക്ഷെ എനിക്ക് കിട്ടണം. അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടണം. കിട്ടുമല്ലോ? കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഡൺ എന്നും പറഞ്ഞ് മനോഹർ ആലോചിച്ചുകൊണ്ട് അങ്ങ് പോവുക. ഈശ്വര, ഞാനിനി ഇത്രയും പണം എവിടെ പോയി ഉണ്ടാക്കും?
ദൈവമേ, ഇവള് തന്നത് മുഴുവനും തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസിയാണ്, വേണമെങ്കിൽ എന്നെ ഇപ്പോൾ ഇവിടെ വെച്ച് എന്നെ കടിച്ചു കീറും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങ് പോവുക. അപ്പോൾ സരയു, അക്കൗണ്ടിൽ എൻ്റെ പണവും എൻ്റെ സ്വർണവും ഒന്നുമില്ല, എല്ലാം ഒറ്റയടിക്ക് കാലിയാക്കി. എന്ത് ചെയ്തു എന്നറിയില്ല. ഇതുകൊണ്ടാണ് അവരെന്നോട് പറഞ്ഞത് നിനക്കുള്ളതൊന്നും അവനെടുത്ത് കൊടുക്കരുതെന്ന്. എന്താണ് സംഭവമെന്ന് കണ്ടുപിടിച്ചിരിക്കും ഞാൻ. എനിക്ക് ആ 18 പവൻ്റെ മാല കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ ശരിയാക്കും മനോഹര എന്നും ആലോചിച്ചുകൊണ്ട് സരയു ഇങ്ങനെ നിൽക്കുവാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇനിയാണ് മനോഹറിനിട്ടുള്ള യഥാർത്ഥ പണി വരാൻ പോകുന്ന. കാരണം സത്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് സരയു അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അക്കൗണ്ടിലുള്ള പണവും ലോക്കറിലുള്ള സ്വർണവും മനോഹറിൻ്റെ കയ്യിലില്ല. മനോഹർ എങ്ങനെ 10-15 ലക്ഷം രൂപ കൊടുത്ത് സരയുവിന് സ്വർണം മേടിച്ചു കൊടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം.